ഞാനൊരു 1/2 ലിറ്റർ മോരാണ് തൈര് എടുത്തേക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ഇത് കാശ്മീരി ചില്ലിയാണ്. ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്, ഇനി നമ്മൾ അരച്ച് വെച്ചില്ല ഇന്ന് തേങ്ങയൊക്കെ തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നല്ല രീതിയിലൊന്ന് വറ്റി ആ പച്ചച്ചുവയെല്ലാം മാറി, ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ലെവലിലൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ അരപ്പെല്ലാം നല്ല രീതിയിൽ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചച്ചുവയെല്ലാം മാറി നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൈര് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുവാണ്, ആ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതൊരു ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, മോരിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മോരുകറി വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും തിളച്ച് പോയാൽ അതൊരു മതി പിരിഞ്ഞു പോയ പോലെ, നമ്മുടെ പാലൊക്കെ പിരിയുന്ന പോലെ ആയിരിക്കും. കാരണം തിളച്ച് പോകാതെ ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോരുകറി ഏറെക്കുറെ റെഡിയായി. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ മോരൊരിക്കലും ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കല്ല. ഈ ഒരു രീതിയിൽ ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ പിരിഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ നമ്മൾ മോരുകറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ചൂടായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മോരുകറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ആ ഒരു മോരുകറിയുടെ അതേ ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഫസ്റ്റ് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കറിവേപ്പില, ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1.5 തക്കാളി, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഇത്രയാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഫസ്റ്റ് പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക്, ഒരല്പം ഉലുവായൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം അല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് ഇഞ്ചി, ഒരു 2 പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി മാത്രമായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന ചുമന്നുള്ളിയും കുറച്ച് സവാളയും കൂടി ചേർത്തെടുക്കുമ്പോഴാണ്. ഓക്കെ, നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നമുക്കപ്പോൾ വഴന്ന് ആയോ? ഇല്ല, കുറച്ചുകൂടി ആവാനുണ്ട്. ഇച്ചിരിയും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നോട്ടെ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ മൊത്തം എടുത്തിരിക്കുന്ന ഏറെക്കുറെ സവാള തന്നെയല്ലേ എടുത്തിരിക്കുന്നത്? നമ്മൾ സവാള എടുത്തേക്കുന്നത്. പക്ഷേ സാധാരണ എനിക്ക് തോന്നുന്നു ചുമന്നുള്ളി ഇട്ട് നല്ല ടേസ്റ്റാണ് പോലെ. പക്ഷേ എനിക്കെന്തോ അത് ചുമന്നുള്ളിയുടെ കൂടെ കുറച്ച് സവാളയും കൂടി വന്നപ്പോൾ ആ ഒരു ഗ്രേവിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്ത്, കുറച്ചുകൂടി ഒരു ക്രീമി ആയിട്ട് ഫീൽ ചെയ്ത് സവാളയും കൂടി വന്നപ്പോൾ അതോടി വഴന്ന് കഴിഞ്ഞപ്പോഴത്തേനെ. നമ്മൾ 2 തവണ ഉണ്ടാക്കി നോക്കിയപ്പോഴും സവാള ഇട്ടപ്പോഴല്ലേ ഒന്നുകൂടെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ചുമന്നുള്ളി മാത്രമായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ സവാളയും കൂടി ചേർത്തപ്പോൾ ആ ഒരു കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തത്. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. നമ്മൾ സവാളയും ചുവന്നുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട സമയത്തെയാണ്. ഓക്കെ, ഇതിപ്പോൾ ഏറെക്കുറെ ആയിട്ടുണ്ട്.
നമ്മളിനി മസാലകൾ ചേർക്കുമല്ലേ? എന്തൊക്കെയാണ് ഇനിയും ചേർക്കുന്നത്? ഇനി നമുക്ക് ഒന്ന് ഫസ്റ്റ് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണോ? അല്ലല്ലോ, കാശ്മീരിയാണ്. കുറച്ച് കളറും ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് ഒക്കെ തരുന്ന എപ്പോഴും കാശ്മീരി വയ്ക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്കാണ് വേണമെങ്കിൽ നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എരിവിന് പച്ചമുളകും പിന്നെ കുരുമുളകും അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അര മിച്ചമുണ്ട്, 1 ടേബിൾ സ്പൂൺ മിച്ചം കുരുമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമണം എല്ലാം മാറാനായിട്ട് വേണ്ടിയായിരിക്കും അല്ലേ? അതിന് ശേഷം ഇത് സവാളയായിട്ട് മിക്സ് ചെയ്യും. ഒന്ന് ഇതായി വന്നു. അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തുണ്ട്. നമ്മളൊരു 1.5 തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റിയിടണം. അപ്പോൾ മിക്സ് ചെയ്യത്തില്ലേ രണ്ടും കൂടെ? മിക്സ് ചെയ്യാം. ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് മൊത്തത്തിൽ ഒന്ന് വഴന്ന് വരട്ടെ. വെന്താ വെള്ളം ഇറങ്ങണമായിരിക്കും അല്ലേ സബോളയുടെ? തക്കാളിയുടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ എന്തേരാ ചെമ്മീൻ എടുത്തിരിക്കുന്നത്? ചെമ്മീൻ നമ്മൾ 1/2 കിലോയാണ്. ഓക്കെ, ഇനി തക്കാളിക്ക് ഇവിടെ ഏറെക്കുറെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഗ്രേവി എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാതെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം. ഇത് ചെമ്മീൻ നമുക്ക് ഈ ചെമ്മീൻ മാത്രം ഒരു ഇതിൻ്റെ ഒരു ചെറിയൊരു കളറൊന്ന് ചേഞ്ച് ആവും. അതുവരെ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ വരും. ഓറഞ്ച് ഷെയ്ഡ് വരും. അതുവരെ നമുക്ക് ഈ സൈഡിൽ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ ജ്യൂസൊക്കെ ഒന്ന് ഇതിലേക്ക് ആ ഗ്രേവിയിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ചെമ്മീൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട വരത്തില്ലല്ലേ? ഇത്രയും നല്ലപോലെ വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങും, ജ്യൂസ് ഇറങ്ങും. ഇപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പിനും കൂടി ചേർത്ത് മൊത്തത്തിൽ ഒന്ന് ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. എത്ര സമയം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണമായിരിക്കും? വേണ്ട, ഈ ഒരു ഗ്രേവി ഒന്ന്, കാരണം ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇതൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അത് കാരണം ഒത്തിരി നേരമൊന്നും വേണ്ട. കാരണം ചെമ്മീൻ ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഒരു റബ്ബറി സ്ട്രക്ചറാണ്. അത് കാരണം ഒത്തിരി വേണ്ട. നമുക്ക് ഒന്ന് ഈ ഗ്രേവി ഒന്ന് പറ്റി വന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1 പാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 1 പാൽ മാത്രമാണിത്. ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ ഇടയ്ക്കൊന്ന് ചേർത്തിട്ടായിരുന്നു. നമുക്ക് അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അല്ലേ? കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും? ഉപ്പ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ സവാളയിൽ ആദ്യം ഇട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വന്നില്ല, അന്നേരം കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഇതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുക്കും. ഇപ്പം കുറച്ച് വെള്ളം ആയ പോലെ ഇനി ഇത് പറ്റണമായിരിക്കും അല്ലേ? ഇതൊന്നുകൂടി കുറുകണം. അത് ഞാൻ ഓവർ കുക്ക്ഡ് ആവില്ല. അത് കാരണം ഒത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട. ഇനി ഇത് കുറുകാനായിട്ട് നമ്മൾ ഒരു തിക്കായിട്ട് അല്ല നമ്മൾ യൂസ് ചെയ്യണം, എടുക്കുന്നത്. അന്നേരം കുറച്ചുകൂടി വേവ് ഉണ്ട്. അപ്പം ഈ ഒരു തിക്നെസ്സിൽ നമ്മളിനി ഇപ്പോൾ ഓഫ് ചെയ്യുമായിരിക്കും അല്ലേ? അതെ, ഇനി ഒരു അല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് എന്തിൻ്റെ കൂടെയൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുക? അപ്പം, ചപ്പാത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടം കള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ്.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പാൻ കേക്കാണ്. ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ഓട്സ്, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല്, ഒപ്പം ഫ്ലേവറിന് വേണ്ടി 1-2 ഏലക്കയും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ ഒരു മീഡിയം സൈസിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 സൈഡും മറിച്ചിട്ട് വെന്തതിന് ശേഷം നമ്മുടെ കുക്കായ പാൻ കേക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അല്പം ഹണിയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാൻ കേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹലോ, നമുക്ക് ഇന്ന് എയർ ഫ്രയറിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ അതിന് 2 മുട്ട വേണം, പാല്, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ബേക്കിംഗ് പൗഡർ, മൈദ നമ്മൾ യൂസ് ചെയ്യുന്ന, പിന്നെ വാനില എസൻസ്, അതൊക്കെ മതി. ഓക്കെ, നമ്മളപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്താണ് ഫസ്റ്റ് ഐറ്റമായിട്ട് ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. ആണോ? നാടൻ മുട്ട തന്നെ വേണമെന്നുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല, ഏതേലും മുട്ട മതി. താറാവ് മുട്ടയൊന്നും വേണ്ട, കോഴിമുട്ട ഉളുമ്പ് കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളപ്പോൾ എടുത്തിരിക്കുന്ന 2 മുട്ട നമ്മളപ്പം ഈ ബൗളിലേക്ക് ഇട്ടു. നമുക്ക് മറ്റേ ബീറ്റർ ഉണ്ടെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ബീറ്ററാണ് ഇഷ്ടപ്പെട്ടത്. എന്താ പുതിയൊരു ഐറ്റം? ഇത് അമ്മ എടുത്തുകൊണ്ട് വന്ന, അമ്മ പണ്ട് തൈരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ തൈരൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കരണ്ടും വേണ്ട, സിമ്പിളുമാണ്, പെട്ടെന്ന് കാര്യവും നടക്കും. മറ്റേനേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. അതെ, നല്ലതാണ്. ടെക്നോളജി ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ. ഇത് കുറേ പഴക്കമുള്ളതാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് മേലത്തെ വീട്ടിലുണ്ടായിരുന്നത്. ഇത് എത്ര നേരം ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യണം? 2 മിനിറ്റ്സ്. നമ്മളപ്പോൾ അറൗണ്ട് ഒരു 2 മിനിറ്റ്സ് ഇതിപ്പോൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ്സ് ബീറ്റ് ചെയ്യാം. ഓക്കെ, ബീറ്റ്. അതെന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? വാനില എസൻസ് ആ ഒരു മുട്ടയുടെ മണമൊക്കെ മാറി ഒരു നല്ലൊരു ഫ്ലേവറും വരും. ഓക്കെ, ബീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഒരു ഇൻഗ്രീഡിയൻറ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത എന്താണ്? അടുത്ത് നമ്മൾ ഈ കപ്പിന് 2 കപ്പാണ് നമ്മൾ മൈദ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് അതുകൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അല്ലേ? ഇനി എടുക്കുന്നത് ഞാൻ 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. ഓക്കെ, ഈ ഷുഗറിന് പകരം വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ ഇതിൽ യൂസ് ചെയ്യാൻ? ഇല്ലല്ലോ. ഏറ്റവും ഫ്ലേവർ എപ്പോഴും നമ്മൾ കേക്ക് ആകുമ്പോൾ അതിന് പഞ്ചസാര തന്നെ വേണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടറാണ് കുറച്ചുകൂടി നല്ലത്. എനിക്കും ബട്ടറാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ബട്ടർ തീർന്നു പോയി. അത് കാരണം സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവറുള്ള ഓയിലുകളൊന്നും എടുക്കല്. കോക്കനട്ട് ഓയിൽ ഒന്നും യൂസ് ചെയ്യില്ല. സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ കാണുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ അതിൻ്റെ ഒരു മിക്സ് സെറ്റ് ചെയ്ത് വെക്കാവേ. ഓക്കെ, നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് നിറച്ചല്ലാതെ ഇന്നൊരു ഇച്ചിരി കുറവുണ്ട്. അത്രയും തന്നെ, 1 കപ്പ് തന്നെ പറയാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 1 കപ്പ് എടുത്തുള്ളൂ അല്ലേ? ഇന്നലെ 1 കപ്പ്. ഇതെന്താ ഇടുന്നത് ഇപ്പോൾ? ഇത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഈ അളവ് ഒരു 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു 2 ടീസ്പൂൺ അളവ്. ഓക്കെ, ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യണമായിരിക്കും അല്ലേ? അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ഇടണം. മധുരമുള്ള എല്ലാത്തിനും ഒരു പിഞ്ച് ഉപ്പിടുന്ന എപ്പോഴും നല്ലതാണ്. ഇത് നമ്മൾ അരിച്ചെടുക്കണോ അതോ മിക്സ് ചെയ്ത് എടുത്താൽ മതിയോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ മിക്സിങ് മരിക്കുക എല്ലാം നടത്തുന്നു.
ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം മനസ്സിലായി എൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്താലും കുഴപ്പമില്ല. നീ ഇതിലേക്ക് ആഡ് ചെയ്യുന്നല്ലേ നേരത്തെ? കുറച്ച് വീതം ഇട്ട് കുറച്ച് വെച്ച്. ഓക്കെ, കട്ട കെട്ടാതെ നോക്കണമായിരിക്കും അല്ലേ? മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. നമുക്കത് കഴിഞ്ഞ് കട്ടയാവുന്നു തോന്നുമ്പോഴത്തേന് കുറച്ച് പാലൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മൈദ ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗം തന്നെ ഇട്ടല്ലേ? നമ്മൾ ടൈറ്റായി വരുമ്പോൾ ഇടയ്ക്ക് പാലൊഴിച്ചെടുക്കാം. പാലും ഈ പറഞ്ഞ പോലെ മുട്ട എടുത്ത പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, തണുത്തൊന്നും ആയിരിക്കില്ല. കട്ടിയാകുന്നു തോന്നുമ്പോൾ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു അല്ലേ? ഇനി കുറച്ചുകൂടെ മാവിനും കുറച്ചുകൂടെ നമുക്ക് ഇടാനുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളിതിപ്പം മിക്സ് ചെയ്ത് റെഡിയായല്ലേ? മിക്സ് ചെയ്തു. ഞാൻ എപ്പോഴും എടുക്കുന്ന ഈ ഒരു ഇങ്ങനെ കാണിച്ച് ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ച് എങ്ങനെ വരുമെന്ന് അത് എടുത്തിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഇതല്ല, ഇങ്ങനെ ഭയങ്കര ലൂസും അല്ല എന്നാൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആയിട്ടുള്ള ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നേരെ ട്രേയിലേക്ക് മാറ്റുന്നു. ഒരു 160 ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതാണല്ലേ നമ്മുടെ ട്രേ? ഇതാണ് ട്രേ. നമുക്ക് ബട്ടർ പേപ്പർ ഇല്ല, അത് കാരണം ബട്ടർ പേപ്പർ നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മൈദ ഇട്ടു ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനെ ബട്ടർ പേപ്പർ പിന്നെ പക്കായിട്ട് എടുക്കാനായിട്ട് ഇച്ചിരി ഒത്തിരി ഒന്നും പിടിക്കുകയില്ല. 1-2 പ്രാവശ്യം ഒന്ന് അപ്പം മൊത്തത്തിൽ ഒന്ന് സൺഫ്ലവർ ഓയിൽ മൊത്തത്തിൽ ആ ട്രേയിൽ തേക്കുന്നു, എന്നിട്ട് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നല്ലേ? ഓക്കെ, അപ്പം നമ്മളപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഇനി ഒഴിച്ചു കൊടുക്കാം. നല്ല രസം അത് വീഴുന്നതാണ്. ഇന്നലത്തെ അത്ര തന്നെ ഉള്ളൂ ഇതിപ്പോൾ? ഓക്കെ, ഇതിനി ഒഴിച്ചിട്ട് എന്താ ചെയ്യുക? ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. ഓക്കെ, എയർ ഫ്രയറിനകത്തോട്ട് വെക്കാം. നമ്മുടെ ആ ട്രേ എടുത്ത് അതിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ 20 മിനിറ്റ്സ് 160 ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യണം അല്ലേ? അതെ. ഓക്കെ, ഓപ്ഷൻസ് വന്നു. 160 ഒരു 20 മിനിറ്റ്സ് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിക്കണം. ഓക്കെ, നമുക്ക് ടൈം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. യെസ്, കൊള്ളാമല്ലോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി ഒന്ന് ചൂട് പോകാനായിട്ട്, എങ്കിലും അടിയിൽ നല്ല രീതിയിൽ വിട്ട് വരുള്ളൂ. അന്നേരം ചൂട് പോകാനായിട്ട് വെക്കാവേ. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് കമത്തി ഒരു 2 കൊട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനെ അടിയൊന്നും ഒട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട്. കട്ട് ചെയ്ത് നോക്കിയാലോ? കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ പുല്ലിയ, വെറും പുല്ലിയല്ല, ഒരു പുല്ലിയ. സത്യമാണ്. ഒരു പരീക്ഷയ്ക്ക് ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ടാവുന്ന ആര് കരുതി? ഇതിനാണ് മക്കളെ ബൈബിളിൽ പോലും പറയുന്നത്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരാണ്. അതുപോട്ടെ, നമുക്കൊരു പടം പിടിച്ചാലോ? കൊള്ളാം, അത് നല്ലൊരു ഐഡിയ. പക്ഷേ കഥ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കഥയായാലോ? കൊള്ളാം, അത് പൊളിച്ചു. അപ്പം കഥയുടെ നായകൻ ഞാനല്ലേ? നടനാടാണ്. ആർക്ക് വേണം നിന്റെ നാടനെ? എനിക്ക് നായകനായ മതി. നോക്കാം. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ആരുടെയെങ്കിലും ജീവിതവുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം. കാരണം നിങ്ങളുടെ ജീവിതവും ഒരു സിനിമയാണ്.
എന്തൊക്കെയായിരുന്നു ഇത്? നേരത്തെ ചാകരയാണ്. ചാകര ഇവനാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും അങ്ങ് ദുബായിൽ ജോലിക്കാരാണ്. പേരീക്ഷരാന്ന് പറഞ്ഞ കാര്യമില്ല. ഒറ്റ പെമ്പിള്ളാര് പോയി. ഇവനാണ് മാർട്ടിൻ ജോർജ്. അച്ഛനും അമ്മയും യുഎസിൽ ജോലിക്കാരാണ്. ഇതാണിപ്പോഴത്തെ അവസ്ഥ. പക്ഷെ 6 മാസങ്ങൾക്ക് ഇതൊന്നുമല്ലായിരുന്നു കഥ. ഇവനാണ് ജീവൻ ജെയിംസ്. അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ ജോലിക്കാരാണ്. നിർഭാഗ്യവശാൽ ബാക്കി 2 പേരും ഇവന്റെ കൂടെയാണ് താമസം. കഷ്ടകാലത്തിന് കസിൻസ്. എടാ പിള്ളേരെ, എണീറ്റേ. 8 മണിയായടാ. കോളേജിൽ പോകണ്ടതല്ലേ? ഏറ്റുവായല്ലേ? സാമനെ വിളിച്ച് നീ പോ. എടാ നിന്നോടൊക്കെയല്ലടാ എണീക്കാൻ പറഞ്ഞേ. ഞാനീ കഥയോട്ട് പൊളിക്കണം. ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞ് ഇതുവരെ ഉമ്മാരെ മാത്രമൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്നാ കേട്ടോ. വൈകിട്ട് വരും, രാവിലെ പൊക്കോളും. പുസ്തകം തുറന്ന് നോക്ക് പോലില്ല. അയ്യോ മതിയേ, എണീക്കാനുള്ളതായി. വെറുതെ അല്ല ജഗുവരെ പോലുണ്ടായത്. ഇന്ന് രാത്രി നമ്മൾ ഷെരീഫിന്റെ ഷൈവിനിട്ട് ഒരു പണി കൊടുത്താലോ?
NSSന്റെ പ്രോഗ്രാം ഓഫീസറാണെന്ന് നമുക്ക് വിളിക്കാം. എന്നിട്ട് പറയാം, നാളെ രാവിലെ കുമരകത്ത് വാ, കണ്ടൽക്കാട് നടാന്ന് പറയാം. കൊള്ളാം, നല്ല പരിപാടി, എനിക്കിഷ്ടപ്പെട്ടു. NSSയാണ് പറയുന്നതുകൊണ്ട് അവന്മാരെ വിശ്വസിക്കുകയും ചെയ്യും. Poor boys. അതിന് ഇവിടുത്തെ അച്ഛന്മാർക്ക് എവിടാ നേരം? കോളേജ് വിടുമ്പം തുടങ്ങും ഗേൾ ഫ്രണ്ട്സിനെ വിളി. വിനേതാടാ, വിനേറക്കി വിട്. ഈ ഗേൾ ഫ്രണ്ട്സിനെ കൊപ്പിച്ചെടുക്കുന്ന ഒരു കഴിവാ. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്നാലും അവനെ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. പാവം, അവനെ ഗേൾ ഫ്രണ്ട്സ് തേടി വരുമെന്നല്ലേ പറയുന്നേ. ചത്ത് കഴിഞ്ഞ കാണാനെല്ലാം വന്നാൽ മതിയായിരുന്നു. ഓടാ, എന്നെങ്കിലും എൻ്റെ മാമ്പൂ പൂക്കും പൂക്കും. പൂവും കൊണ്ട് ഏതെങ്കിലും നെഞ്ച് പോവുകയും ചെയ്യും. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നില്ലേ? ഇവരോട് നമ്മൾ എത്ര തവണ പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കാൻ. ഉടനെ അവന് വലിയ നാണം. ഒരു പുണ്യാളം വന്നിരിക്കുന്നു. വാ പോമ്പോ എന്നാ വയറ് നിറഞ്ഞു? വയറോടാ ഹായ് രേഷ്മ. ഒന്ന് പോടാ. ഒരു പെണ്ണിനെ വെറുതെ വിടരുത്. നിനക്ക് നാണമില്ലേ? നീ പോടാ. നിനക്ക് പറ്റിയത് വല്ല സെമിനാരിയ. പോടാ. അല്ല, ഇതിനൊന്നും മിണ്ടാത്ത. ഒന്നും പറയണ്ട, രാവിലത്തെ ഫുഡ് ചതിച്ചെന്നാ തോന്നുന്നേ. അതെങ്ങനെ വെട്ടി വിഴുങ്ങിയ പോർക്കണമായിരുന്നു. ശത്രുക്കളെ കാണുന്ന പോലായിരുന്ന പൊളി. ഹായ് മച്ചൻ. വാളിയ. ഈ മറ്റവനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കേറി വരുമ്പോ വളിയ വിളിയെന്ന് വിളിക്കില്ല. പിന്നെ അതിയേക്കാൾ ഇവിടെ
അസൈൻമെന്റ് മൊത്തം എഴുതിയോ? മൊത്തം എഴുതി. ബുക്ക് പോലും മേടിച്ചില്ല. പിന്നെ എന്തിനാ, നമുക്ക് മതത്തിനൊക്കെ എഴുതാടാ. Morning. Read. Take your numbers. 1. 2. 4 of them, 3 of them, 4. 13, 14, 15, 16, 17. ഇന്നലെ നമ്മൾ ആംപ്ലിഫിക്കേഷനെ കുറിച്ചല്ലേ പഠിച്ചേ? ബുക്കടച്ച് സമയം എന്താ ഈ ആംപ്ലിഫയർ? എന്താ ആംപ്ലിഫയർ? അത് മാർട്ടിനെ സർ അറിയായിരുന്നു. മറന്നുപോയി സർ. ജീവ അതെ, എനിക്കറിയാം. ഞാൻ പറയാൻ പോവാ. വിട്ടുവോ? പറഞ്ഞ കൊല്ലും പോന്നി. അറിയോ സാർ? അറിയില്ല സാർ. അപ്പൊ നിങ്ങൾ 3 പേരും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വന്നെ പറഞ്ഞേക്കണം. ശരി സാർ. സന്തോഷമല്ലോ കുടുംബം കലക്കിയത്. എത്ര നേരം കാത്തിരിക്കുന്നു. ഞാനും മെസ്സേജ് പോലുമില്ല. നിനക്കോ? എൻ്റെ FB അക്കൗണ്ട് കാര്യം പറഞ്ഞതാണേ. അതങ്ങനെയല്ലേ വരുള്ളൂ. നിനക്കൊക്കെ ആരും മെസ്സേജ് അയക്കാന്? പെൺപിള്ളേർക്കൊക്കെ വേറും വെച്ചു പോയി മോനെ. വന്നു. ഹലോ, എന്തൊക്കെയുണ്ട്?
വീട്ടിൽ അമ്മയുണ്ടോ? ഭാഗ്യം, മെസ്സേജും വന്നു. ഞാൻ മാർക്കെന്നതിനുള്ളതായി ഇനി വല്ല പുസ്തകവും വായിച്ചു. ഒരു ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിനെ മെയിനായിട്ടും 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക്, കാഡിംഗ്, ജാക്കറ്റ്. ഏറ്റവും എക്സ്ക്യൂസ് മീ സർ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിടക്കുന്നടുത്തത് കൊണ്ടാരം എന്നെയും കൊണ്ട് പോകും. നന്നായി. വേണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് മുഴുവൻ എക്സാം ചൂടിലേക്ക്. പതിവിലും വിപരീതമായി എല്ലാവരും പഠിത്തവും തുടങ്ങി. നാളെ പരീക്ഷ വല്ലതും അറിയാവോ? ഇല്ല. നിനക്കോ? എനിക്കറിയാം. എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നിങ്ങളല്ലേ തിരക്കുള്ളവർ. ഇവൻ പറഞ്ഞത് കേട്ടോ? നീ തന്നെ എടുക്കുവാ. ഞാൻ കുറച്ച് വാലി പോയിന്റ്സ് നോട്ട് ചെയ്യുക. നാളെ പരീക്ഷ എഴുതണ്ടല്ലേ? പിന്നെ ഇങ്ങനെ എഴുതുന്നു ഞങ്ങളുടെ നാട്ടിൽ കോപ്പി എന്നാ പറയുന്നത്. ഓ, അങ്ങനെയും പറയൂ. എങ്കിലും കുറച്ച് വാലി പോയിന്റ്സ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പാടും കഴിഞ്ഞു.
എന്താവുമോ? കർത്താവേ, ഇതിന് മാത്രമേ പൊട്ടാവുള്ളേ. ഈശ്വരാ, പഠിച്ചതല്ല ഓർമ്മിപ്പിക്കണേ. ഇതൊരു മാതിരി ഒന്നും അറിയത്തില്ല. പതിവില്ലാത്തൊരു നമുക്കൊരു വണ്ടി റെഡി ആയിട്ടുണ്ട്. ടൂറിന് പോയാലോ? എവിടെ പോവും? ആരാ ഡ്രൈവർ? ഞാനാ മോനെ ഡ്രൈവർ. അയ്യോ, നീയോ? അതല്ല, ഞാൻ ഓടിച്ചാ പോവല്ലേ. അങ്ങ് പോകാതിരുന്നാ മതിയായിരുന്നു. ഞാൻ എങ്ങോട്ടാ പോന്നെ? എന്നാ ആലപ്പുഴയ്ക്ക് പോയാലോ?
ബാഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഒന്നും പഠിക്കാതെ വന്നാണോ പരീക്ഷ എഴുതിയത്? പരീക്ഷ എഴുതിയ വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിനും ജയിക്കുമെന്നുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സാമൻ മാർട്ടിൻ, സ്റ്റാൻഡപ്പ്. 4 വിഷയങ്ങൾക്ക് മാർട്ടിനും 4. മൂന്ന് വിഷയത്തിന് സാമും തോറ്റിട്ടുണ്ട്. ഭാഗ്യം, ഒന്നിന് ജയിച്ചു. ദൈവമേ, എന്നാൽ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ബാക്കിയുള്ളൊരു മോശമല്ല. നീക്ക് എന്തിനു വരുന്ന? ആൻഡ് ദ ക്ലാസ് ടോപ്പർ ഈസ് ജീവൻ. ഇവനോ? കൊലപാതകം നടന്നു. ജീവൻ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ശരിക്കും ഞാൻ തന്നെയാണ് സർ ക്ലാസ് ടോപ്പർ. കണ്ടുപഠിക്കടാ. നിന്റെ കൂടെ നടക്കുന്നല്ലേ, പക്ഷെ അവൻ വീട്ടിൽ പോയി പിള്ളേർക്കൊക്കെ വിവരം കുറഞ്ഞെന്നാ തോന്നുന്നേ. പുതിയ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വരുന്നുണ്ട്. വരും. വന്നില്ലെങ്കിൽ അത്ഭുതം തന്നെ. എന്നാലും നീ MC പറഞ്ഞെന്നെങ്കിലും 1 മാർക്ക് കൂടി കിട്ടിയേനെ. പഠിക്കുമ്പോ വല്ല സംശയം വിളിച്ചു അങ്ങനെ അവൻ കോളേജിലൊരു ഹീറോയെ പിച്ചവെച്ചു. ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സ് പോലും അവന്റെ സൈഡായി. പതിയെ സാമും മാർട്ടിനും ജൂനിയർ
സ്ക്രീനിന് പിറകിലേ പഠിച്ചാ മതിയായിരുന്നു. തോലി ഒരുമാതിരി മറ്റേടത്ത് പരിപാടി പോയി. ആന്നേ ഒരുമാതിരി ഒരു അടിയായി പോയി. പോടാ, അങ്ങനൊന്നുമല്ല. ഈ തോൽവി നാളത്തെ വിജയമാക്കാൻ നിങ്ങൾക്ക് പറ്റും. ജീവിതം എൻജോയ് ചെയ്യാനുള്ളത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. സ്വന്തം കാര്യം കൃത്യമായി നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത്. എങ്കിലേ പിന്നീട് ജീവിതത്തിലാണെങ്കിൽ പോലും വിജയിക്കാൻ സാധിക്കും. സമയം ഇനിയും വൈകിട്ടില്ല. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് 3 പേർക്കും നല്ല മാർക്ക് വാങ്ങും. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റിയൽ ട്വിസ്റ്റ്? ഇതാണ് മക്കളെ യഥാർത്ഥ ജീവിതം. എന്നാ നമുക്ക് പോകാം. പോകാം. ഇവരെന്നെ വരുന്നില്ലേ? എന്നാലും നിങ്ങളെന്നെ നായകനാക്കിയില്ലല്ലോ. എടാ, ശരിക്കും നീ തന്നെയായിരുന്നു നായകൻ. പക്ഷേ അമ്മയുടെ വയറ്റിൽ വെച്ച് മരിക്കുന്ന കുട്ടിയുടെ റോളാണ്. എന്ത് ചെയ്യാനാ? അടുത്തൊരു കഥയുണ്ട്. നീ ആയിരിക്കും ആ കഥയിലെ നായകൻ. പ്രോമിസ്.